വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ സദസ്സിനെ ആവേശത്തിലാക്കി തമിഴ് നടൻ രവി മോഹനും സദസ്സിൽ ചിരി പടർത്തി നടനും സംവിധായകനുമായ ബേസിൽ ജോസഫും. സർക്കാരിന്റെ അതിഥികളായാണ് ഇരുവരും ഓണാഘോഷത്തിന്റെ വേദിയിലെത്തിയത്. ഓണാശംസകൾ നേർന്നുകൊണ്ടാണ് നടൻ രവിമോഹൻ സദസ്സിനെ അഭിസംബോധന ചെയ്തത്. യുവാക്കളുടെ സാന്നിധ്യം ഏതൊരു മേഖലയ്ക്കും മുതൽക്കൂട്ടാണെന്നും ലോക സിനിമ മലയാള സിനിമയെ ഉറ്റുനോക്കുന്ന തലത്തിലേക്ക് മാറിയെന്നും രവിമോഹൻ പറഞ്ഞു. പിണറായി വിജയൻ നല്ലൊരു മനുഷ്യനായതുകൊണ്ടുകൂടിയാണ് വീണ്ടും മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടതെന്നും രവിമോഹൻ കൂട്ടിച്ചേർത്തു. நம்ம ஆனரபிள் சீஃப் மினிஸ்டருக்கு வெறும் டேலண்ட் பொலிட்டீஷியனாக இருந்தால் மட்டும் பத்தாது, குட் பர்சனாக இருந்தால் மட்டும்தான் அது நடக்கும். அதனால் அவரை மனசார வாழ்த்துறேன். அவருடைய ஹெல்த்துக்கு நாங்கள் எல்லாரும் ப்ரே பண்ணிப்போம். அவர் நல்லா இருக்கணும். உங்களுடைய லவ் அவருக்கு இருக்கிற வரைக்கும் எங்களுடைய லவ்வும் அவருக்கு கண்டிப்பாக எப்பவுமே இருக்கும். പഠനകാലത്തെ തലസ്ഥാന ജീവിതം പറഞ്ഞു തുടങ്ങിയ ബേസിൽ ജോസഫ് സദസ്സിൽ ചിരി പടർത്തി. അഭിപ്രായങ്ങളെയും ആശയങ്ങളെയും അംഗീകരിക്കാനും വിമർശിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന ഇടമാണ് കേരളമെന്ന് ബേസിൽ പറഞ്ഞു. ഒത്തുചേരലിന്റെ ആഘോഷമായ ഓണം സിനിമയിലെ ഇടവേള പോലെയാണെന്ന് ബേസിൽ അഭിപ്രായപ്പെട്ടു. ഒരു കാര്യത്തിൽ ഒരു എതിരഭിപ്രായവുമില്ല. ഓണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു കമ്മ്യൂണൽ ഹാർമണിയുടെ ഏറ്റവും വലിയ പ്രതീകം തന്നെയാണ്. അതിലൊരു സംശയമില്ല. ഒരു സിനിമയിൽ ഒരു ഇൻ്റർവെൽ ബ്ലോക്ക് വരുന്ന പോലെയാണ് ഓണം. അതൊരു ഇടവേള, അതായത് തിരക്ക് പിടിച്ച ആ എല്ലാവരും ജോലിയും തിരക്കുമൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ബ്രേക്ക് എടുത്ത് നല്ല ഓണപ്പുടവയും ഇതുപോലെ മുണ്ടൊക്കെ കൊടുത്ത് സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോഴൊക്കെ റീലെടുക്കുന്ന ആൾക്കാർ പൂക്കളോടൊന്ന് ഫോട്ടോ എടുക്കുന്നു. വെറുതെ റോഡിൽ കൂടെ പോകുമ്പോഴൊക്കെ പ്രത്യേകിച്ച് ഇന്ന് വർക്കിംഗ് ഡേ, ഓണത്തിന് മുമ്പുള്ള അവസാനത്തെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എല്ലാ ഓഫീസുകളിലും ഒക്കെ ഓണം സെലിബ്രേഷൻ ആണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഓണം പുടവയും ആഘോഷങ്ങളൊക്കെ ആയിട്ട് ജാതി മത ഭേദമന്യേ നമ്മൾ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവൽ എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. ഇരുവർക്കും സംസ്ഥാന സർക്കാരിന്റെ ഉപഹാരങ്ങൾ ചടങ്ങിൽ കൈമാറി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.